ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ട ബിജെപിക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിന് അടുത്ത സീറ്റുകളുമായി കോൺഗ്രസ് ഹരിയാനയിൽ അധികാരം പിടിക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് പുതിയ അഭിപ്രായ സർവേ. പീപ്പിൾസ് പൾസ് ആണ് സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 90 അംഗ നിയമസഭയിൽ 43 മുതൽ 48 വരെ സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ബിജെപിക്ക് 34 മുതൽ 39 വരെ സീറ്റുകളാണ് ലഭിക്കുക എന്നാണ് പ്രവചനമുള്ളത്. മറ്റുള്ളവർക്ക് 3 മുതൽ 8 വരെ സീറ്റും ലഭിക്കും. ആം ആദ്മി പാർട്ടിക്കും BSPക്കും പ്രാദേശിക പാർട്ടികളായ നാഷണൽ ലോക്ദളിനും ജനനായക് ജനതാ പാർട്ടിക്കുമെല്ലാം സീറ്റുകൾ ലഭിക്കുമെന്നും അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നുണ്ട്. വോട്ട് വിഹിതത്തിൽ കോൺഗ്രസ് വൻ കുതിപ്പുണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2019 28% വോട്ട് വിഹിതം ഇത്തവണ 44% കുതിച്ചു കയറുമെന്നാണ് പ്രവചനം. കഴിഞ്ഞ തവണത്തെ BJP വോട്ട് വിഹിതത്തിൽ ചെറിയ മാറ്റമേ ഇത്തവണ ഉണ്ടാകൂ. 2019 36% ആയിരുന്നത് ഇത്തവണ 41% എത്തുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്. 40% പേർ. നിലവിലെ മുഖ്യമന്ത്രിയും BJP നേതാവുമായ നായബ് സിംഗ് സൈനിയുടെ പ്രതിച്ഛായ ഇടിഞ്ഞെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സൈനിയെ പിന്തുണയ്ക്കുന്നവർ 30% പേരാണ്. മുതിർന്ന BJP നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർ ലാൽ ഖട്ടറിനെ 9% പേരും കോൺഗ്രസ് വനിതാ നേതാവായ കുമാരി സെൽജിയെ 7% പേരുമാണ് പിന്തുണയ്ക്കുന്നത്. തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജാട്ട്, ദലിത് സമുദായങ്ങളിലെല്ലാം വീണ്ടും കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭൂരിപക്ഷം കർഷകരും പിന്തുണയ്ക്കുന്നത് കോൺഗ്രസിനെയാണ്. ഗ്രാമീണ മേഖലയിൽ 65% വരുന്ന കർഷകർ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നാണ് സർവേ പറയുന്നത്. OBC വിഭാഗക്കാരനെ BJP മുഖ്യമന്ത്രിയാക്കിയിരുന്നു. OBC വോട്ടർമാരിൽ വലിയൊരു ശതമാനവും കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ നായബ് സിംഗ് സൈനിക് ആയില്ല എന്നും വികാരം അവർക്കിടയിലുണ്ട്. കർഷക പ്രശ്നങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ വിഷയം. ഇതോടൊപ്പം തൊഴിലില്ലായ്മയും അഗ്നിവീർ പദ്ധതിയും ചർച്ചകളിൽ ഇടം പിടിക്കും. സിറ്റിംഗ് MLA-മാരുടെ മോശം പ്രകടനങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2019 BJPക്ക് 40 സീറ്റുകളാണ് ലഭിച്ചിരുന്നത്. ജനനായക് ജനതാ പാർട്ടിയുടെയും 7 സ്വതന്ത്ര MLA-മാരുടെയും പിന്തുണയിലാണ് BJP അന്ന് അധികാരത്തിലേറിയത്. കോൺഗ്രസിന് 31ഉം JJPക്ക് 10 സീറ്റാണ് ലഭിച്ചിരുന്നത്. പ്രതീക്ഷിക്കപ്പെടുന്ന മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒരുപക്ഷെ ഒറ്റയ്ക്ക് ഭരണം പിടിക്കുന്ന തരത്തിലേക്കും എത്തിയേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എങ്കിലും ആം ആദ്മി പാർട്ടിയും സ്വതന്ത്രന്മാരും എല്ലാം കോൺഗ്രസിനെ പിന്തുണച്ചാൽ തന്നെ കോൺഗ്രസിന് ഭരണം പിടിച്ചെടുക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. ഈ വർഷം അവസാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചിരുന്നത്. BJPക്ക് തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 5 സീറ്റുകളാണ് പിടിച്ചെടുത്തത്. 5 സീറ്റ് നഷ്ടമായി BJP 10 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തിരുന്നു. ഇതേ ട്രെൻഡ് തന്നെ കുറച്ചുകൂടി ശക്തമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരുമെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സർവേ പ്രകാരം കോൺഗ്രസും BJPയും തമ്മിലെ വോട്ട് വിഹിത വ്യത്യാസം 3% മാത്രമാണ്. സർവേയിൽ പ്രവചിച്ചതിനേക്കാൾ കുറച്ചുകൂടി നല്ല പ്രകടനം BJP കാഴ്ചവെച്ചാൽ തന്നെ BJPക്ക് വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും. എന്നാൽ കോൺഗ്രസ് BJP വോട്ട് വിഹിതത്തിൽ അന്തരം കൂടിയാൽ കോൺഗ്രസ് ചിലപ്പോൾ തൂത്തുവാരിയെന്നും വരാം. അതേസമയം ഹരിയാനയിൽ ഇത്തവണ ഇന്ത്യ സഖ്യം ഉണ്ടാവില്ല. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആം ആദ്മി പാർട്ടി മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. ഹരിയാനയിലെ 90 സീറ്റുകളിലും ആം ആദ്മി പാർട്ടി ഇത്തവണ കോൺഗ്രസിനെ നേരിടുമെന്ന് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് മത്സരിച്ച സംസ്ഥാനങ്ങളിലൊന്നും ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കോ പ്രത്യേകിച്ച് നേട്ടങ്ങളോ ഗുണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന കാര്യത്തിൽ ആം ആദ്മി പാർട്ടി നിലപാടെടുത്തത്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായിരിക്കില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിക്കും കോൺഗ്രസിനും BJPക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരേപോലെ തന്നെ അഭിമാന പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ നിർണായകവുമാണ്.